ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് പഠിക്കാം കേട്ടോ. യൂണിറ്റിൻ്റെ പേര് ദ വിങ്സ് ഓഫ് ഡ്രീംസ്. ഓക്കെ, ആ വിങ്സ് ഓഫ് ഡ്രീംസിലെ മറ്റൊരു സ്റ്റോറിയാണ് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. ഓക്കെ, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റോറി. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിരിക്കുക. ഓക്കെ ഓക്കെ നോക്കിയേ, എന്താ ഫസ്റ്റ് പേജിൽ കാണുന്നത്? ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ എബോ യു ക്യാൻ സീ 2 ട്രെയിൻസ്. മേലെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ 2 തീവണ്ടിയുടെ ട്രെയിൻസിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഈ 2 ട്രെയിനുകൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് ചോദിക്കുന്നത്. എന്താ ഡിഫറൻസ് നോക്കൂ. ആദ്യത്തെ തീവണ്ടിയിൽ മേലെ കൂടി പുകയൊക്കെ പോകുന്നുണ്ട് അല്ലേ. രണ്ടാമത്തതൊരു എന്താണ്, പുകയൊന്നും ഇല്ലാത്ത ഇലക്ട്രിക് തീവണ്ടിയാണ് രണ്ടാമത് കാണുന്നത്. ആദ്യത്തത് കൽക്കരിയൊക്കെ ഉപയോഗിച്ച് ഓടുന്ന തീവണ്ടിയാണ് അല്ലേ, അതുകൊണ്ടാണ് പുക മേലെ കൂടി പോകുന്നത്. ഓക്കെ, ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി? നിങ്ങളുടെ ട്രെയിൻ ജേർണിയിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് കഥ പറഞ്ഞു കൊടുക്കുക. ഓക്കെ ഓക്കെ ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം കേട്ടോ. നൗ റീഡ് അബൌട്ട് ദ ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. ഇനി ഒരു ലിറ്റിൽ ട്രെയിനിൻ്റെ ജേർണിയെക്കുറിച്ച് വായിക്കാം അല്ലെങ്കിൽ പഠിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ്. ഒരു ചെറിയൊരു തീവണ്ടി ലിറ്റിൽ ട്രെയിൻ. ഓക്കെ, അത് റാൻ അലോങ് എന്ന് വെച്ചാൽ അതിൻ്റെ പാളത്തിലേക്ക് കൂടി ഓടി വരികയായിരുന്നു. ഷി വാസ് എ വെരി ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. ഷി വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. അവളൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ട്രെയിൻ ആയിരുന്നു. ഹെർ കാർസ് വെയർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, അവളുടെ കാറുകൾ, ഇവിടെ കാർസ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെയേഴ്സ് എന്നാണ് മക്കളെ. ഓക്കെ, കാർസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവളുടെ സീറ്റുകൾ, ചെയേഴ്സ് എന്നാണ്. ഓക്കെ, ഹെർ കാർസ് വെയർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള കുറേ നല്ല സാധനങ്ങളായിരുന്നു അവളുടെ എന്താണ് ചെയറുകളിൽ. ഒക്കെ തീവണ്ടിയുടെ ചെയറുകളിൽ മുഴുവൻ ഉണ്ടായിരുന്നത് എന്താണ്, കുറേ നല്ല സാധനങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത്. ഓക്കെ, ദർ വെർ ഓൾ കൈൻഡ്സ് ഓഫ് ടോയ് ആനിമൽസ്. എല്ലാ തരത്തിലുള്ള ടോയ് ആനിമൽസ് അതിനകത്തുണ്ടായിരുന്നു. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്. ജിറാഫ്സ് ഉണ്ടായിരുന്നു, വലിയ കഴുത്തുള്ള ജിറാഫ്സ് ഉണ്ടായിരുന്നു. ടെഡി ബെയേഴ്സ് വിത്ത് നോ നെക്സ്. കഴുത്തില്ലാത്ത ടെഡി ബെയേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഈവൺ എ ബേബി എലിഫൻറ്റ്. ഒരു ചെറിയൊരു ആനക്കുട്ടി പോലും അതിനകത്തുണ്ടായിരുന്നു. അതിന് ടോയ്, ഓക്കെ, ടോയ് ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, ദർ വെർ ഓൾ കൈൻഡ്സ് ഓഫ് ഡോൾസ് ടു. എല്ലാ തരത്തിലുള്ള പാവകളും ഉണ്ടായിരുന്നു. ഡോൾസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പാവകളും അതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ. എങ്ങനെയുള്ള ഡോൾസ് ആണ്? ബ്ലൂ ഐസും യെല്ലോ ഹെയറും ഉള്ള ഡോൾസ് ഉണ്ടായിരുന്നു. ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ. ബ്രൗൺ കണ്ണുകളും ബ്രൗൺ മുടിയുള്ള പാവകളുണ്ടായിരുന്നു. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ. ഫണ്ണിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയുള്ള അല്ലേ, ഭയങ്കര രസകരമായിട്ടുള്ള തമാശ രീതിയിലുള്ള ടോയ് ക്ലൗൺ. ക്ലൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, കോമാളി. അതും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും തമാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടോയ് ക്ലൗണും അതിനകത്തുണ്ടായിരുന്നു, കോമാളി അതിനകത്തുണ്ടായിരുന്നു. ഓക്കെ, ദർ വർ ടോയ് ട്രക്സ്, എയർപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ്. അതുമാത്രമല്ല, അതിനകത്ത് ടോയ് ട്രക്സ് ഉണ്ടായിരുന്നു, എയർപ്ലെയിൻസ് ഉണ്ടായിരുന്നു, ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ദർ വർ പിക്ചർ ബുക്സ്, ഗെയിംസ് ആൻഡ് ഡ്രംസ് ടു പ്ലേ. പിക്ചർ ബുക്സ് ഉണ്ടായിരുന്നു, പിക്ചറുള്ള കുറേ ബുക്കുകൾ ഉണ്ടായിരുന്നു, കുറേ ഗെയിമുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഡ്രംസ്, ചെണ്ട, കുട്ടികൾക്ക് ചെണ്ട കൊട്ടാനുള്ള ചെണ്ടയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, the little train carried every kind of toy that boys or girls would play with. ഓക്കെ, ആൺകുട്ടികളും പെൺകുട്ടികളും കളിക്കുന്ന എല്ലാ തരത്തിലുള്ള ടോയ്സും ക്യാരി ചെയ്തുകൊണ്ടായിരുന്നു ലിറ്റിൽ ട്രെയിൻ വരുന്നത്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. അത് മാത്രമായിരുന്നില്ല. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരീഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. എന്താണ്, ലിറ്റിൽ ട്രെയിൻ ടോയ്സ് മാത്രമല്ല കൊണ്ടുവന്നത്, നല്ല നല്ല സാധനങ്ങളും ഭക്ഷണം കഴിക്കാനുള്ള നല്ല സാധനങ്ങളും ട്രെയിൻ കൊണ്ടുവന്നിരുന്നുണ്ടായിരുന്നു. ഓക്കെ, ബിഗ് റൗണ്ട് ഓറഞ്ചസ്. എങ്ങനെയുള്ള ഓറഞ്ചസ് ആണ്? വലിയ ബിഗ് റൗണ്ട് ഷേപ്പിലുള്ള ഓറഞ്ചസ് ഉണ്ടായിരുന്നു. ഫാറ്റ് റെഡ് ആപ്പിൾസ്.
നല്ല വീതിയുള്ള അല്ലേ, നല്ല വണ്ണമുള്ള റെഡ് കളറുള്ള ആപ്പിൾസ് ഉണ്ടായിരുന്നു. ലോങ് യെല്ലോ ബനാനാസ് ഉണ്ടായിരുന്നു. നല്ല നീളത്തിലുള്ള മഞ്ഞ കളറുള്ള പഴം ഉണ്ടായിരുന്നു. ഫ്രഷ് കോൾഡ് മിൽക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല തണുത്ത ഫ്രഷ് ആയിട്ടുള്ള പാലുണ്ടായിരുന്നു. ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. ഡിന്നർ കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള ലോലിപോപ്പുകളും അതിനകത്തുണ്ടായിരുന്നു. The little train was taking all these good things to the other side of the mountain. എങ്ങോട്ടേക്കാണ് ലിറ്റിൽ ട്രെയിൻ ഇത് കൊണ്ടുപോകുന്നത്? ഒരു വലിയൊരു മൗണ്ടെയിൻ ഉണ്ട് അല്ലേ. എന്താ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ? പർവ്വതം അല്ലേ. മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്. ഒരു വലിയൊരു മൗണ്ടെയിൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള അവിടെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും ടോയ്സുമാണ് ലിറ്റിൽ ട്രെയിൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. എന്താ പറഞ്ഞത്? ഓ, എന്തൊരു ഹാപ്പി ആയിരിക്കും ആ കുട്ടികൾ എന്നെ കാണുമ്പോൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ എന്നെ കാണുമ്പോൾ എത്ര സന്തോഷമുള്ളവരായിരിക്കും. ദേ വിൽ ലൈക്ക് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദാറ്റ് ഐ ആം ബ്രിങ്ങിങ്. ഞാൻ കൊണ്ടുവരുന്ന ടോയ്സും നല്ല ഭക്ഷണമൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. ബട്ട് ഓൾ അറ്റ് വൺസ് ദ ട്രെയിൻ കെയിം ടു എ സ്റ്റോപ്പ്. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. എന്താ പറ്റിയത്? പെട്ടെന്ന് ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ്പായിപ്പോയി. ഓക്കെ, ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. അതിന് മൂവ് ചെയ്യാനേ പറ്റില്ല. അവൾ ട്രൈ ചെയ്തിട്ടൊന്നും അവൾക്ക് മൂവ് ചെയ്യാനേ പറ്റില്ല. പെട്ടെന്ന് സ്റ്റോപ്പായിപ്പോയി. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻസ് നോക്ക് താഴെ ബോക്സിലുള്ളത്. വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ? എന്താണ് ലിറ്റിൽ ട്രെയിൻ സംഭവിച്ചത്? All on a sudden, the little train came to a stop. She could not move at all. അല്ലേ? Why does the little train carry things to the other side of the mountain? എന്തിനാണ് ലിറ്റിൽ ട്രെയിൻ ആ സാധനങ്ങളൊക്കെ മൗണ്ടൈൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നത്? The little train carry the things to the other side of the mountain to give to the boys and girls over there. അല്ലേ? അവിടെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലിറ്റിൽ ട്രെയിൻ ആ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യുന്നത്. ഓക്കെ ഓക്കെ എന്നിട്ട് നോക്കൂ. ഓ ഡിയർ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. എന്താ പറയുന്നത്? ഓ ഡിയർ. ഓ എൻ്റെ ദൈവമേ നമ്മൾ പറയില്ലേ, അതാണ് ഓ ഡിയർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാട്ട് ക്യാൻ ബി ദ മാറ്റർ? എന്തായിരിക്കും പ്രശ്നം? ഷീ ട്രൈ ടു സ്റ്റാർട്ട് അപ്പ് അഗെയിൻ. അവൾ വീണ്ടും എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. അവൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തു. ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. അവളുടെ ചക്രങ്ങൾ വീൽസ് അനങ്ങിയതേയില്ല. വി ക്യാൻ ഹെൽപ്പ് സെഡ് ദ ടോയ് ആനിമൽസ്. അപ്പം അവളുടെ പുറത്ത് ചെയറിലിരിക്കുന്ന ടോയ് ആനിമൽസ് ഉണ്ട് അല്ലേ, അവർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. ഓക്കെ, ആ ക്ലൗണും ആ കോമാളിയും ബാക്കിയുള്ള ആനിമൽസൊക്കെ അവരുടെ ചെയറുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു. ദേ ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അവർ ആ ട്രെയിനിനെ പുഷ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. അവർ ഉന്തിയിട്ടും ആ ട്രെയിൻ അനങ്ങിയതേ ഇല്ല, മൂവ് ചെയ്തതേ ഇല്ല. വി ക്യാൻ ഹെൽപ്പ് ടു. ഞങ്ങൾക്കും സഹായിക്കാൻ കഴിയും. ആര് പറഞ്ഞു അത്? സെഡ് ദ ഡോൾസ്. പാവകൾ പറഞ്ഞു. ആൻഡ് ദേ ഗോട്ട് ഔട്ട് ആൻഡ് ട്രൈ ടു പുഷ്. അവരും പുറത്തിറങ്ങിയിട്ട് വണ്ടിയെ ഉന്താൻ തുടങ്ങി. ഓക്കെ, സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ്. എന്നിട്ടും ലിറ്റിൽ ട്രെയിൻ ഒട്ടും അനങ്ങിയിട്ടില്ല. ഓക്കെ, ദ ടോയ്സ് ആൻഡ് ഡോൾസ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാണ്ട് അവരിങ്ങനെ ടെൻഷനായി അല്ലേ. ജസ്റ്റ് ദെൻ എ ഷൈനി ന്യൂ എൻജിൻ കെയിം പഫിങ് ഡൗൺ അനദർ ട്രാക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ്, ഒരു ഷൈനി ന്യൂ എൻജിൻ, നല്ല തിളങ്ങുന്ന ഒരു ഷൈനി ആയിട്ടുള്ള ഒരു ന്യൂ എൻജിൻ, ഒരു പുതിയ എൻജിൻ. ഓക്കെ, ട്രെയിനിന് അവർ കൊടുക്കുന്ന ഒരു പേര് മാത്രമാണ് അതൊക്കെ കേട്ടോ. ലിറ്റിൽ ട്രെയിൻ എന്നൊരു ട്രെയിനിൻ്റെ പേര്, ഷൈനി ന്യൂ എൻജിൻ എന്നുള്ളത് മറ്റൊരു പേര്. ഓക്കെ, അത് എന്താണ് വേറൊരു ട്രാക്കിലോ കൂടി കെയിം ഡൗൺ. എങ്ങനെ? പഫിങ്. എന്താ പഫിങ് എന്ന് ഉദ്ദേശിച്ചത്? നമ്മൾ പുക പറത്തിക്കൊണ്ട് വരില്ലേ, അതാണ് പഫിങ്. ഇങ്ങനെ പുകയൊക്കെ വിട്ടുകൊണ്ട് ചൂളം വിളിച്ചുകൊണ്ട് ഒരു ഷൈനി ആയിട്ടുള്ള ഒരു ന്യൂ എൻജിൻ വന്നു, തിളങ്ങുന്ന ഒരു ന്യൂ എൻജിൻ വന്നു, പുതിയൊരു എൻജിനാണത്. ഓക്കെ, മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് അസ് ക്രൈഡ് ദ ക്ലൗൺ. എന്താണ് ഒച്ചത്തിൽ നമ്മുടെ ക്ലൗൺ കോമാളി വിളിച്ചു പറയാണ്, ആ എൻജിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമായിരിക്കും. മേ ബി എന്നിട്ട് കഴിയുമായിരിക്കും. ഓക്കെ, ഹി ബിഗാൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. ഒരു ചുവന്ന ഫ്ലാഗ് കൊടിയെടുത്തിട്ട് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. ആര്? ദ ക്ലൗൺ. ഓക്കെ, എന്തിനാ റെഡ് ഫ്ലാഗ് കാണിക്കുന്നത്? ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള സിഗ്നലാണ് റെഡ് ഫ്ലാഗ് അല്ലേ. ട്രെയിൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കാണിക്കും, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കാണിക്കും. ഓക്കെ,
ദ ഷൈനി ന്യൂ എൻജിൻ സ്ലോ ഡൗൺ. അങ്ങനെ അപ്പോൾ ഷൈനി ന്യൂ എൻജിൻ അവിടെ കൊണ്ടുവന്ന് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. ദ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ടു ഹിം. അവരെല്ലാവരും ഒച്ചത്തിൽ വിളിച്ച് പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ് ദേ സെഡ്. ഞങ്ങളുടെ എൻജിൻ വർക്കാകുന്നില്ല എന്ന് അവർ ഒച്ചത്തിൽ വിളിച്ച് പറയാൻ തുടങ്ങി. പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടെയിൻ. ഞങ്ങളുടെ ട്രെയിനിനെ ഒന്ന് മൗണ്ടെയിൻ്റെ അപ്പുറത്തേക്ക് പുള്ളി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, വലിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചു. ഇഫ് യു ഡു നോട്ട് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. എന്താ പറയുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ട്രെയിനിനെ വലിച്ച് അവിടെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നും നല്ല ഫുഡ്, ഭക്ഷണവും കിട്ടില്ല, പിന്നെന്താണ്, നല്ല ടോയ്സും കളിക്കാൻ കിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? ഈ ആനിമൽസും ഒക്കെ ലിറ്റിൽ ട്രെയിനിൻ്റെ അതിലുള്ള ആൾക്കാരൊക്കെ റിക്വസ്റ്റ് ചെയ്തത് അല്ലേ ഷൈനി ന്യൂ എൻജിനോട്. ഓക്കെ, പിന്നെ എന്താണ്? പുഷ് പുൾ. ഓക്കെ, അറിയില്ലേ? വാക്ക് അറിയില്ലേ? പുഷ് എന്ന് പറഞ്ഞാൽ തള്ളുക, പുൾ വലിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ താഴെ. എന്താണത്? വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ചെയ്യുമായിരിക്കും ലിറ്റിൽ ട്രെയിനിനെ. നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് നോക്കൂ. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. എന്താ പറയുന്നത്? ദ ഷൈനി ന്യൂ എൻജിൻ, ആ ഷൈനി ന്യൂ എൻജിൻ എന്നുള്ളത് ഒരു എ ബിറ്റ് ഫ്രണ്ട്ലി. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? എ ബിറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ആ നല്ല ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ള ഫ്രണ്ടാണ്, അല്ലെ? നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, നല്ല സ്നേഹമുള്ള, അല്ലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ എ ബിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അതിനൊരു നെഗറ്റീവ് മൈൽഡ് അർത്ഥം കൊടുക്കും. ഓക്കെ, അവിടെ ഉദ്ദേശിക്കുന്നത് അത്ര ഫ്രണ്ട്ലി എന്നുള്ള ഒരാളല്ലായിരുന്നു ആര്? ദ ഷൈനി ന്യൂ എൻജിൻ. ഓക്കെ, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണെന്ന് വെച്ചാൽ അതെ, പക്ഷെ എന്നാൽ അങ്ങനെ ഓവറായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള താല്പര്യമൊന്നുമുള്ള ആളായിരുന്നില്ല ഷൈനി ന്യൂ എൻജിൻ. യു വാണ്ട് മീ ടു പുൾ യു? ഹി ആസ്ക്ഡ്. എന്താ ചോദിച്ചത്? എന്താണ്, ഞാൻ നിന്നെ പുള്ളി ചെയ്യാനോ? യു വാണ്ട് മീ ടു പുൾ യു? ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. അതൊന്നും എൻ്റെ പണിയല്ല. ഓക്കെ, അതൊന്നും എൻ്റെ പണിയല്ല, ഞാൻ അതൊന്നും ചെയ്യില്ല. ഐ ക്യാരി പീപ്പിൾ. ഞാൻ ആൾക്കാരെ എന്താണ്, പാസഞ്ചേഴ്സിന്, ആൾക്കാരെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണ് എൻ്റെ പണി. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്സ്. എൻ്റെ ചെയറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. ഓക്കെ, ആ ചെയറിൽ ഇരുന്ന് പോകുന്ന ആൾക്കാരെ വഹിച്ചുകൊണ്ട് പോവുക, ക്യാരി ചെയ്ത് പോവുകയാണ് എൻ്റെ ജോലി. ഓക്കെ, ദേ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോസ്. അവർ ജനലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, അവർ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നോക്കിയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് എൻ്റെ ഇതിനകത്തുള്ളത്. ഓക്കെ, എൻ്റെ ചെയറിൻ്റെ അകത്തുള്ളത്, എൻ്റെ ബാക്കിൽ, എൻ്റെ സീറ്റിലൊക്കെ ഉള്ളത് അവർ അങ്ങനെയുള്ള ആൾക്കാരാണ്. ദേ ഈറ്റ് ഇൻ എ നൈസ് ഡൈനിങ് കാർ. അവർ നല്ല ഡൈനിങ്, നല്ല എന്താണ്, നല്ല ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യമുള്ള റൂമിലിരുന്ന് അല്ലെങ്കിൽ ചെയറിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ഈവൻ സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ. ഹൗ ഡെയർ യു ആസ്ക് മീ? അവർ നല്ല, എൻ്റെ സീറ്റ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ സീറ്റിൽ. ഓക്കെ, എൻ്റെ എന്താണ്, എൻ്റെ വണ്ടിക്കകത്ത്, എൻ്റെ ബാക്കിൽ, ചെയറിൽ. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെ വഹിച്ചുകൊണ്ടെന്ന് എന്നോട് നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ട്രെയിനിനെ പുള്ളി ചെയ്യാനോ? ഹൗ ഡെയർ യു ആസ്ക് മീ? നിനക്ക് ഇത്ര ധൈര്യമുണ്ട് എന്നോട് അങ്ങനെ ചോദിക്കാമെന്ന് ദേഷ്യത്തോടു കൂടി ഷൈനി ന്യൂ എൻജിൻ ആരോട് ചോദിച്ചു? ലിറ്റിൽ ട്രെയിനോടും അതിനകത്തുള്ള ഡോൾസിനോടൊക്കെ ചോദിച്ചു. ഓക്കെ, ദ ഷൈനി ന്യൂ എൻജിൻ വെൻറ്റ് വിത്തൗട്ട് അനദർ വേർഡ്. ഹൗ സാഡ് വെർ ഓൾ ദ ടോയ്സ് ആൻഡ് ഡോൾസ്. ഷൈനി ന്യൂ എൻജിൻ വേറെ ഒന്നും, ഇത്രയും പറഞ്ഞിട്ട് വേറെ കാര്യം ഒന്നും പറയാണ്ട് ഒരൊറ്റ പോക്കങ്ങ് പോയി. ഓക്കെ, അപ്പം അതിനകത്തുള്ള നമ്മളെ ലിറ്റിൽ ട്രെയിനിൻ്റെ അകത്തുള്ള ടോയ്സിനും ഡോൾസിനും ഒക്കെ ഭയങ്കര സങ്കടമായി. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യൻ നോക്കൂ താഴെയുള്ള. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. വൈ? ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ, പക്ഷെ എന്നാലും ഹെൽപ്പ് ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യാത്തത്? നമുക്ക് നോക്കാം, എന്തെങ്കിലും റീസൺ ഉണ്ടാവുമായിരിക്കും അല്ലേ, നോക്കാമല്ലോ. ദെൻ ദ ടോയ് ക്ലൗൺ കോൾഡ് ഔട്ട്. ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ടോയ് ക്ലൗൺ. ഓക്കെ, എന്താ കോമാളി എന്തോ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താണ്? ഹിയർ കംസ് അനദർ എൻജിൻ. ഇതാ വേറൊരു ട്രെയിൻ, ഒരു എൻജിൻ വരുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. എ ബിഗ് സ്ട്രോങ് വൺ. വലിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻജിൻ വരുന്നുണ്ട്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് us. ചിലപ്പോൾ ഇത് നമ്മളെ സഹായിക്കുമായിരിക്കും. അഗെയിൻ ദ ക്ലൗൺ വേവ്ഡ് ഹിസ് ഫ്ലാഗ്. വീണ്ടും ആ റെഡ് ഫ്ലാഗ് ക്ലൗൺ വേവ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ വീശി കാണിച്ചു. ദ ബിഗ് സ്ട്രോങ് എൻജിൻ കെയിം ടു എ സ്റ്റോപ്പ്. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തി, ബിഗ് എൻജിൻ കൊണ്ടുവന്ന് നിർത്തി. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് കോൾഡ് ഔട്ട് ടുഗെദർ. അവരെല്ലാവരും, ടോയ്സും ഡോൾസും ഒക്കെ ഒരുമിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്ലീസ് ഹെൽപ്പ് us ബിഗ് സ്ട്രോങ് എൻജിൻ. എന്താ പറഞ്ഞത്? ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണേ ബിഗ് സ്ട്രോങ് എൻജിൻ എന്ന് ടോയ്സും ഡോൾസൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഓക്കെ,
അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ്, ഞങ്ങളുടെ ട്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ബട്ട് യു ക്യാൻ പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ, യു മസ്റ്റ് ഹെൽപ്പ് അസ്. ഞങ്ങളുടെ ട്രെയിനിൽ നിനക്ക് വേണമെങ്കിൽ പുള്ളി ചെയ്ത് മൗണ്ടൈൻ്റെ അപ്പുറത്ത് എത്തിക്കാൻ പറ്റും. നീ ദയവ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, നീ എന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് അവർ ആവശ്യപ്പെട്ടു. ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ടു പ്ലേ വിത്ത് ഓർ ഗുഡ് ഫുഡ് ടു ഈറ്റ്. എന്താണ്, നീ ഞങ്ങളെ പുള്ളി ചെയ്തിട്ട് മൗണ്ടൈൻ്റെ അപ്പുറത്ത് എത്തിച്ചില്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ നല്ല ടോയ്സോ അല്ലെങ്കിൽ നല്ല ഭക്ഷണമോ ഒന്നും കിട്ടുകയില്ല എന്ന് അവർ പറഞ്ഞു. ഓക്കെ, ആരോടാ പറഞ്ഞത്? ബിഗ് സ്ട്രോങ് എൻജിനോട് പറഞ്ഞു. ഓക്കെ, ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്. ആ ബിഗ് സ്ട്രോങ് എൻജിന് ഹെൽപ്പ് ചെയ്യാനേ താല്പര്യമില്ലായിരുന്നു. ഐ ഡു നോട്ട് പുൾ ടോയ്സ്, ഹീ സെഡ്. ഞാൻ ടോയ്സ് ഒന്നും പുള്ളി ചെയ്യില്ല. ഓക്കെ, ഞാൻ ടോയ്സിനെ ഒന്നും വലിച്ചുകൊണ്ട് പോവില്ല. ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. ഹെവി ലോഡുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വലിച്ചുകൊണ്ട് പോവുള്ളൂ. ഓക്കെ, ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. ഓക്കെ, അവിടെ കാർസ് ഉദ്ദേശിച്ചത് എന്താണ്? ചെയർ അല്ലെങ്കിൽ നമ്മളിപ്പം ഹെവി ലോഡ്, ഇപ്പോൾ എന്താണ് ട്രക്കൊക്കെ കണ്ടില്ലേ, വലിയ എന്താ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത്, അതിൻ്റെ ട്രക്കിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഇതിനൊക്കെയാണ് കാർസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല ഇരിക്കുന്ന ട്രെയിനാകുമ്പോഴത്തേക്കും ചെയേഴ്സ് എന്ന് വരും, ഇവിടെ ആകുമ്പോഴത്തേക്കും ആ ക്യാരി ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്താണോ അതിൻ്റെ ട്രക്കിൻ്റെ അതിനാണ് പറയുന്നത്. ഓക്കെ, ഐ മീൻ ട്രെയിനിൻ്റെ ക്യാരി ചെയ്യാനുള്ള ഓരോ കമ്പാർട്ട്മെൻറ്റ്സിനെയാണ് കാർസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താ പറയുന്നത്? ഞാൻ വലിയ വലിയ ഹെവി ലോഡ് മാത്രമേ പുള്ളി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഐ പുൾ ബിഗ് ട്രക്സ്, ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു. ആൻഡ് എവേ പഫ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ വിത്തൗട്ട് എ വേർഡ്. എന്താ പറഞ്ഞത്? ഞാൻ വലിയ ട്രക്കുകൾ മാത്രമേ പുള്ളി ചെയ്യുള്ളൂ, എനിക്ക് നിന്നെ സഹായിക്കാനൊന്നും ടൈമില്ല, സമയമില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് പഫ് ചെയ്തുകൊണ്ട് അല്ലേ, പുക വർപ്പിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് പോയി. എന്താണ് ബിഗ് സ്ട്രോങ് എൻജിൻ ആ ഒരു ലിറ്റിൽ ട്രെയിനെ ഹെൽപ്പ് ചെയ്യാണ്ട് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ ക്വസ്റ്റ്യൻ എന്താ അതിനകത്തുള്ളത്? ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് അവേ വിത്തൗട്ട് എ വേർഡ്. വാട്ട് വാസ് ദ റീസൺ? എന്താ റീസൺ? ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡസൻറ്റ് വാണ്ട് ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ അല്ലേ. എന്താ ആ എൻജിൻ പറഞ്ഞത്? ഐ പുൾ ഓൺലി ഹെവി ലോഡ്സ്, ഐ വിൽ നോട്ട് പുൾ ദ സ്മോൾ ടോയ്സ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി അല്ലേ. ഓക്കെ, ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി. അവളുടെ സന്തോഷമൊക്കെ പോയി അല്ലേ, ലിറ്റിൽ ട്രെയിനിൻ്റെ സന്തോഷമൊക്കെ പോയി. രണ്ടാളോട് ഹെൽപ്പ് ചെയ്തിട്ട് രണ്ടാൾ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വെർ റെഡി ടു ക്രൈ. ട്രെയിനിൻ്റെ അകത്തുള്ള ലിറ്റിൽ ട്രെയിനിൻ്റെ അകത്തുള്ള ഡോൾസും പിന്നെ എന്താണ് ടോയ്സൊക്കെ ഓൾമോസ്റ്റ് കരയാൻ തുടങ്ങി. ബട്ട് ദ ക്ലൗൺ കോൾഡ് ഔട്ട്. വീണ്ടും നമ്മുടെ കോമളി ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, ലുക്ക് ലുക്ക് അനദർ എൻജിൻ ഈസ് കമ്മിങ്. ഓക്കെ, എന്താ പറയുന്നത്? ലുക്ക് ലുക്ക് അനദർ എൻജിൻ ഈസ് കമ്മിങ്. അനദർ വേറൊരു എൻജിൻ കൂടെ വരുന്നുണ്ടെന്ന് ആര്? ക്ലൗൺ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു. എ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഒരു ചെറിയ നീല കളറുള്ള എൻജിൻ. എ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഒരു ചെറിയ എൻജിൻ വരുന്നുണ്ട്. എ വെരി ലിറ്റിൽ വൺ, വളരെ ചെറിയ ഒരെണ്ണം. ഷീ സോ ദ ക്ലൗൺ വേവിങ്. ഓക്കെ, സോറി, മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. ഈ എൻജിന് നമ്മളെ സഹായിക്കാൻ പറ്റുമായിരിക്കും. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് എ ഹാപ്പി എൻജിനാ. ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്നുള്ളത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു എൻജിനായിരുന്നു. ഓക്കെ, ഷീ സോ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്ഡ് അറ്റ് വൺസ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ ദൂരെ നിന്ന് തന്നെ നമ്മുടെ ക്ലൗൺ ഇങ്ങനെ റെഡ് ഫ്ലാഗ് കാണിക്കുന്നത് കണ്ടു. അങ്ങനെ കൊണ്ടുവന്ന് വേഗം സ്റ്റോപ്പ് ചെയ്തു. കണ്ടപാട് തന്നെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു. വാട്ട് ഈസ് ദ മാറ്റർ? ഷീ ആസ്ക്ഡ് കൈൻഡ്ലി. നല്ല സ്നേഹത്തോടു കൂടി ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റിയത്, എന്തിനാണ് നിങ്ങൾ റെഡ് ഫ്ലാഗ് കാണിച്ചത് എന്ന് ക്ലൗണിനോട് ലിറ്റിൽ ബ്ലൂ എൻജിൻ ചോദിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്താ പറയുന്നത്? എൻ്റെ നീല എൻജിനെ എന്താ പറ്റിയത്? ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ബോയ്സ്. ഓക്കെ, ഡോൾസും ബോയ്സൊക്കെ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ വിൽ യു പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ. നിങ്ങൾക്ക് ഞങ്ങളെ ഈ മൗണ്ടെയിൻ്റെ അപ്പുറത്തേക്കൊന്ന് എത്തിക്കാൻ പറ്റുമോ, പുള്ള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല. ഇഫ് യു ഡു നോട്ട് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അപ്പുറത്തുള്ള കുട്ടികൾക്കൊന്നും നല്ല ഭക്ഷണവും ടോയ്സ് ഒന്നും കിട്ടില്ല. ജസ്റ്റ് ഓവർ ദ മൗണ്ടെയിൻ പ്ലീസ് പ്ലീസ് ഹെൽപ്പ് അസ്. അങ്ങനെ അവരോടിങ്ങനെ ബ്ലൂ എൻജിനോട് ഇങ്ങനെ എന്താണ് കെഞ്ചലാണല്ലേ, ബെഗ്ഗിയാണ്, പ്ലീസ് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, അങ്ങനെ കാണുകയാണ്, അപേക്ഷിക്കലാണ് ആര്? ടോയ്സും അതിനകത്തുള്ള ഡോൾസും ഒക്കെ. ഓക്കെ,
ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കി, വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ലിറ്റിൽ ട്രെയിൻ ഹെൽപ്പ് ചെയ്യുമായിരിക്കുമോ ബ്ലൂ എൻജിൻ? നമുക്ക് നോക്കാമല്ലോ. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവരെന്തായാലും കരയല്ലേ, ഓൾമോസ്റ്റ് അവരൊക്കെ കരച്ചിലിൻ്റെ വക്കിലാണുള്ളത്. മാത്രമല്ല അവിടെ നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് ടോയ്സും നല്ല ഭക്ഷണവും ഒന്നും കിട്ടുകയില്ല അല്ലേ. ഓക്കെ എന്നിട്ട് എന്താ നോക്കൂ. ഓ മൈ ഡിയേഴ്സ് സെഡ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. എന്താ പറയുന്നത്? ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലേ, സ്നേഹത്തോടെ പറയുന്നതാണ് അല്ലേ. എന്താ പറയുന്നത്? ഐ ആം നോട്ട് വെരി ബിഗ്, ഞാൻ അത്ര വലുതൊന്നും അല്ലല്ലോ. ആൻഡ് ഐ ഡു നോട്ട് പുൾ ട്രെയിൻസ്, എനിക്ക് ട്രെയിനിനെ പുൾ ചെയ്യാനും ആവില്ല, ഞാൻ ചെയ്തിട്ടുമില്ല ഇതുവരെ. ഞാൻ വളരെ ചെറുതല്ലേ, ഞാൻ വളരെ വലുതൊന്നും അല്ലല്ലോ. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്സ്, ഞാൻ യാർഡ്സിൽ, അതായത് ഈ ട്രെയിനൊക്കെ കംപ്ലൈൻ്റൊക്കെ വന്നാൽ നന്നാക്കുന്ന സ്ഥലമില്ലേ, അതിനാണ് യാർഡ്സ് എന്ന് പറയുക കേട്ടോ. ആക്ച്വലി YARD, യാർഡിന് നമ്മുടെ ഇതിൽ മുറ്റം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ പറയുന്നത് ട്രെയിനൊക്കെ നന്നാക്കുന്ന സ്ഥലത്തിനാണ് ഇവിടെ യാർഡ്സ് എന്ന് പറയുക. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് യാർഡ്സിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ എൻജിനാണല്ലോ എന്ന് പറഞ്ഞു. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടൻ, ഞാൻ ഒരിക്കൽ പോലും ഇത്ര വലിയ മൗണ്ടൈൻ്റെ അപ്പുറത്തേക്കൊന്നും കടന്നിട്ടും ഇല്ല. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദർ ബിഫോർ ദ ചിൽഡ്രൻ വേക്കപ്പ് സെഡ് ദ ടോയ്സ് ആൻഡ് ഡോൾസ് പ്ലീസ്. എന്താ പറയുന്നത്? പക്ഷെ ഞങ്ങൾക്ക് ആ കുട്ടികൾ അപ്പുറത്തുള്ള മൗണ്ടൈൻ്റെ അപ്പുറത്തുള്ള കുട്ടികൾ ഉണർന്ന് എണീക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ, പ്ലീസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വീണ്ടും വീണ്ടും അവർ റിക്വസ്റ്റ് ചെയ്യലാണ് ആരോട്? ബ്ലൂ എൻജിനോട്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ ആ ഡോൾസിനെയും ടോയ്സിനെയും ഒക്കെ നോക്കി. ഷീ കുഡ് സീ ദാറ്റ് ദേ വെർ നോട്ട് ഹാപ്പി, അവൾക്ക് മനസ്സിലായി അവരൊന്നും ഹാപ്പി അല്ല, അവരൊക്കെ ഭയങ്കര സാഡാണല്ലോ, അവർക്ക് സങ്കടം വരുന്നുണ്ടെന്ന് ലിറ്റിൽ ബ്ലൂ എൻജിന് മനസ്സിലായി. ഷീ തോട്ട് അബൌട്ട് ദ ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൈൻ. ആ ബ്ലൂ എൻജിൻ അപ്പുറത്ത് നിൽക്കുന്ന മൗണ്ടൈൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആ മക്കളെ കുറിച്ച് ഓർത്തു അല്ലേ. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി ഈദർ. എന്താ പറയുന്നത്? നല്ല ടോയ്സും നല്ല ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിൽ അപ്പുറത്തുള്ള ആ കുഞ്ഞു മക്കൾക്കും സന്തോഷമൊന്നും ഉണ്ടല്ലോ, അവർക്കും ഹാപ്പി ആവില്ല. ഈ ഇവിടെയുള്ള ഡോൾസും ടോയ്സിനും അവർക്കും ഹാപ്പി അല്ല അല്ലേ എന്നൊക്കെ ആലോചിച്ചു. ദ ബ്ലൂ എൻജിൻ ഇങ്ങനെ ആലോചിച്ചു. ഓക്കെ, ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് അപ്പ് ക്ലോസർ. അങ്ങനെ എന്ത് ചെയ്തു? അടുത്ത് വന്നു, അടുത്തേക്ക് ലിറ്റിൽ ട്രെയിനിൻ്റെ അടുത്തേക്ക് വന്നു. ആര്? ലിറ്റിൽ ബ്ലൂ എൻജിൻ വന്നു. എന്നിട്ട് ഷി ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംഡ് ബാക്ക് ഇൻ ടു ദെയർ കാർസ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ട്രെയിനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളെ ഇങ്ങനെ പുള്ള് ചെയ്തു, അതായത് അവളെ ഹോൾഡ് ചെയ്ത് പിടിച്ചു, മുറുക്കെ പിടിച്ചു. ഓക്കെ, അപ്പോഴെന്തായി? ആ ട്രെയിൻ നമ്മുടെ ടോയ്സും ഡോൾസും ഒക്കെ തിരിച്ച് അവരുടെ ചെയറുകളിലേക്ക് ചാടി കയറി. ഓക്കെ, ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം ദ അതർ എൻജിൻസ്? എന്താണ് ഡിഫറൻസ്? ഈ ലിറ്റിൽ ബ്ലൂ എൻജിനും മറ്റ് നേരത്തെ വന്ന രണ്ട് എൻജിനും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഷീ ഈസ് വെരി ഗുഡ് അല്ലേ, വെരി കൈൻഡ് ഹാർട്ടഡ്, നല്ല എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള ആളാണ് ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അതുകൊണ്ടാണ് ഇപ്പോൾ അവൾ അത്ര സ്ട്രോങ് അല്ലാണ്ട് കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചിന്തിച്ചത്. ഓക്കെ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ? എന്തൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് പറയും എന്തൊക്കെയാണ് ഗുഡ് ക്വാളിറ്റീസ് ഉള്ളത്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട് അല്ലേ, അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഓക്കെ ഓക്കെ നോക്കൂ. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ്. അങ്ങനെ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറഞ്ഞു, അവസാനം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ തിങ്ക് ഐ ക്യാൻ ക്ലൈംബ് അപ്പ് ദ മൗണ്ടെയിൻ. ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ. എന്താ പറയുന്നത്? അവസാനം ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയലാണ്, എനിക്ക് തോന്നുന്നു എനിക്ക് എന്തായാലും ഈ മൗണ്ടെയിൻ്റെ അപ്പുറത്ത് കടക്കാൻ വേണ്ടി കഴിയും. അത് വീണ്ടും വീണ്ടും പറയാണ്, ഐ തിങ്ക് ഐ ക്യാൻ, യെസ് എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് വീണ്ടും വീണ്ടും പറയലാണ്. ഓക്കെ, കോൺഫിഡൻസോട് കൂടി പറയലാണ്. ദെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗാൻ ടു പുൾ. അവൾ ആ ലിറ്റിൽ ട്രെയിനെ പുൾ ചെയ്യാൻ തുടങ്ങി. ആരെ? ലിറ്റിൽ ബ്ലൂ എൻജിൻ. ഷി ടഗ്ഡ് ആൻഡ് ഷി പുൾഡ്, ഷി ടഗ്ഡ് ആൻഡ് ഷി പുൾഡ്. ഐ തിങ്ക് ഐ ക്യാൻ. എന്താണ്? ഷി ടഗ്ഡ് ആൻഡ് പുൾഡ്, രണ്ടിനും ഒരേ അർത്ഥമാണ്. ഓക്കെ, വലിച്ചു, ശക്തിയിൽ വലിച്ചു, ഇങ്ങനെ ശക്തിയിൽ വലിക്കുന്നതിനാണ്, ഹാർഡർ ആൻഡ് ഹാർഡർ വലിക്കുന്നതിനാണ് എന്താണ് ടഗ്ഡ് ആൻഡ് പുൾഡ് ആൻഡ് ഷി പുൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും വീണ്ടും ഐ തിങ്ക് ഐ ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, ഐ തിങ്ക് ഐ ക്യാൻ, ഷി സെഡ്. സ്ലോലി സ്ലോലി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ്. അങ്ങനെ പതുക്കെ പതുക്കെ ആ
ആ ട്രെയിൻ ലിറ്റിൽ ട്രെയിൻ എന്താണ് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോറി. എന്നിട്ടോ ദ ഡോൾസ് ആൻഡ് ടോയ്സ് ബിഗാൻ ടു സ്മൈൽ ആൻഡ് ക്ലാപ്പ്. ആ ലിറ്റിൽ ട്രെയിൻ്റെ അകത്തുള്ള ടോയ്സിനും ക്ലൗണിനും ഒക്കെ സന്തോഷമായി അല്ലേ. അവരൊക്കെ കൈ കൊട്ടാൻ വേണ്ടി തുടങ്ങി, ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ക്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കൈ കൊട്ടുക അല്ലേ. അപ്പ് ദ മൗണ്ടെയിൻ വെൻറ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അങ്ങനെ മൗണ്ടെയിൻ്റെ മേലെ എത്തി. ഓക്കെ, നേരെ ലിറ്റിൽ ബ്ലൂ എൻജിൻ. ആൻഡ് ഓൾ ദ ടൈം ഷി കെപ്റ്റ് സെയിങ് I think I can, I think I can, I think I can. Up, up, up. The little engine climbed and climbed. Okay. ആ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി ലിറ്റിൽ എൻജിൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റും, ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്ന് അങ്ങനെ ക്ലൈംബ് ചെയ്ത് അങ്ങനെ മൗണ്ടെയിൻ്റെ അപ്പുറത്ത് എത്തിയല്ലേ. യെസ്. ഇനി നോക്കൂ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് താഴെ തന്നിരിക്കുന്നത്. Why did the dolls and toys start smiling and clapping? എന്തുകൊണ്ടാണ് എന്താണ് ലിറ്റിൽ ട്രെയിനിൻ്റെ അകത്തുള്ള ടോയ്സും ക്ലൗൺസും ഒക്കെ ഹാപ്പി ആയിട്ട് ചിരിക്കാൻ തുടങ്ങിയതും കൈ കൊട്ടാൻ തുടങ്ങിയതൊക്കെ എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർക്ക് മനസ്സിലായി ദ ലിറ്റിൽ എൻജിൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും ആൻഡ് ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ് അല്ലേ. അങ്ങനെ ലിറ്റിൽ ട്രെയിൻ മൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് ക്ലൗൺ കൈ കൊട്ടാനൊക്കെ തുടങ്ങിയത്. Why does the little blue engine say I think I can? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്? ബിക്കോസ് ടു ഗെറ്റ് ദ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് കൊണ്ടാണല്ലോ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓക്കെ, യെസ്. അറ്റ് ലാസ്റ്റ് ഷീ റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. അങ്ങനെ എന്താണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ ലിറ്റിൽ ട്രെയിനെ വലിച്ചുകൊണ്ട് മൗണ്ടെയിൻ്റെ ഏറ്റവും മുകളിലെത്തി. ഡൗൺ ബിലോ ലേ ദ സിറ്റി. ഹുറേ ഹുറേ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ആനിമൽസ്. അതിൻ്റെ താഴെ അല്ലേ, ആ കുറച്ച് താഴെയായിട്ട് അവർക്ക് സിറ്റി കാണുന്നുണ്ട് അല്ലേ, സിറ്റി ഉണ്ട്. അവിടെ എത്തിയതിൻ്റെ സന്തോഷത്തിൽ അവർ ഹുറേന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആരൊക്കെയാണ്? ഡോൾസും ആനിമൽസും ഒക്കെ. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി ഓൾ ബിക്കോസ് യു ഹെൽപ്ഡ് us ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ് ദ ടോയ് ക്ലൗൺ. ഓക്കെ, എന്താണ് ആ കോമളി ടോയ് ക്ലൗൺ പറഞ്ഞത്? നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് അവിടെയുള്ള കുഞ്ഞു മക്കളൊക്കെ ബോയ്സും ഗേൾസൊക്കെ വലിയ ഹാപ്പി ആവും. ഓൾ ബിക്കോസ് ഒക്കെ കാരണം, ഇതിനൊക്കെ കാരണം നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് എന്ന് ലിറ്റിൽ ബ്ലൂ എൻജിനോട് ടോയ് ക്ലൗൺ പറഞ്ഞു. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ജസ്റ്റ് സ്മൈൽഡ് ബട്ട് ആസ് ഷീ പഫ്ഡ് ഡൗൺ ദ മൗണ്ടെയിൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സീംഡ് ടു സേ ഐ തോട്ട് ഐ കുഡ്, ഐ തോട്ട് ഐ കുഡ്, ഐ തോട്ട് ഐ കുഡ്. ഓക്കെ, എന്നിട്ട് എങ്ങനെ പറഞ്ഞപ്പോൾ നീ കാരണം ഞങ്ങൾക്ക് വലിയ ഹെൽപ്പായി, അവിടുത്തെ മക്കൾക്ക് സന്തോഷമായി ആവുമെന്ന് ക്ലൗൺ പറഞ്ഞപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്താ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് താഴത്തേക്ക് അവൾ തിരിച്ച് സ്ഥലത്തേക്ക് കയറി തിരിച്ച് പഫ് ചെയ്ത് എന്താണ് പുകയൊക്കെ പറത്തിക്കൊണ്ട് വിസിലൊക്കെ വിട്ടുകൊണ്ട് അവൾ തിരിച്ചു പോയി. അപ്പോഴും അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കലാണ്. എന്ത്? ഐ തോട്ട് ഐ കുഡ്, എനിക്ക് കഴിയുമെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയുമായിരുന്നു അല്ലേ. ഐ തോട്ട്, ഞാൻ വിചാരിച്ചു എനിക്ക് കഴിയുമെന്ന്. ഐ തോട്ട് ഐ കുഡ് എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ടേക്ക് പോയി. ഓക്കെ, നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആവില്ല എന്ന് പറയുന്നതിന് പകരം നോ ഐ ക്യാൻ, എനിക്കാകും എന്ന് പറഞ്ഞാൽ നമുക്കത് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കും അല്ലേ. അതാണ് ഇവിടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ ചെയ്തത്. വളരെ ചെറിയ എൻജിനായിട്ട് കൂടി അവൾക്ക് ആ ലിറ്റിൽ ട്രെയിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ നോക്കി നോക്കാൻ താഴെ എന്താണ്? വിച്ച് ക്യാരക്ടർ ഇൻ ദിസ് സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? ഇതിൻ്റെ അകത്തുള്ള ഈ സ്റ്റോറിയിലുള്ള ഏത് ക്യാരക്ടറിനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്? വൈ, എന്തുകൊണ്ടാണ് ആ ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് വേറൊരു ടൈറ്റിൽ കൂടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് നല്ലൊരു പേര് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അത്രയേ ഉള്ളൂ ഈ സ്റ്റോറി. നല്ലൊരു ചെറിയ സ്റ്റോറിയാണ്, നല്ല ഭംഗിയുള്ള അല്ലേ, നല്ല എന്താണ് ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പിങ്ങിൻ്റെ സ്റ്റോറിയാണ്. ഓക്കെ, എത്രത്തോളം ഹെൽപ്പ് ചെയ്യണം നമ്മൾ ആൾക്കാരെ എന്ന് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസാണുള്ളത്. അത് ടീച്ചർ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ താഴെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോയും കൂടി കാണുക കേട്ടോ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടും. ഓക്കെ, സോ താങ്ക് യു മക്കളെ, ബൈ.